നമസ്കാരം, വെൽക്കം ടു സൺറൈസ് ടാരോട്ട്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണ്, എങ്ങനെയാണ്. ഓക്കെ, എല്ലാവരും കണ്ണുകളടച്ച് ധ്യാനിച്ച് പോസിറ്റീവായിരിക്കുക. പ്ലീസ് ബ്രദേഴ്സ്, എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. നമുക്ക് നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണ്, എങ്ങനെയാണ്. പ്ലീസ് ബ്രദേഴ്സ്, എൻ്റെ ഓഡിയൻസിൻ്റെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണെന്ന് കാണിച്ചു തരണം. യൂണിവേഴ്സ് പ്ലീസ് ഷോസ്, യൂണിവേഴ്സ് പ്ലീസ് ഷോസ്, പ്ലീസ് ഷോസ്, യൂണിവേഴ്സ് പ്ലീസ് ഷോസ്, പ്ലീസ് ഷോസ്. ഓ, 5 ഓഫ് വാണ്ട്സ് ആണ്. അതായത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യണം. ഒരു നോട്ട് 5 ഓഫ് വാണ്ട്സ്, 7 ഓഫ് വാണ്ട്സ് ആണ്. ഒരു കുറേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ പേഴ്സൺസ്, വ്യക്തികൾ തന്നെ ആയിരിക്കണമെന്നില്ല. സാമ്പത്തികം, ജോലി, അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് സമയം പോലും കിട്ടില്ല. ഒരു കാലിൽ ഒരു ചെരുപ്പ്, വേറൊരു കാലിൽ വേറൊരു ചെരുപ്പ്, നിങ്ങൾക്കത് വ്യക്തമായി കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒരു അറ്റാക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച് നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ അത് നിങ്ങൾ തന്നെ വിജയിക്കും. പിന്നെ ക്യൂൻ ഓഫ് വാണ്ട്സ്, വാണ്ട് എനർജി, കിങ് ഓഫ് വാണ്ട്സ്, വാണ്ട് എനർജിയാണ്. അതിങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരു നല്ലൊരു സിറ്റുവേഷന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടും ധൈര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് വിജയം ഉറപ്പിക്കാം. യെസ്, എൻ അഗെയിൻ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, അതും പോസിറ്റീവാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് കാര്യമായി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. ഫൈറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര പോസിറ്റീവായിരിക്കുക. ഏത് നെഗറ്റീവ് സിറ്റുവേഷനും നേരിടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ അന്തിമ വിജയം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. തേർഡ് പാർട്ടി ഒക്കെ നിങ്ങളുടെ പ്രയത്നഫലവും പോരാട്ട വീര്യവും കണ്ടിട്ട് പിന്മാറുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.